ഏകം ഹന്യാന്നവാ ഹന്യാദിഷുമുക്തോ ധനുഷ്മത ബുദ്ധിർബുദ്ധിമതോത്സൃഷ്ട ഹന്യാത് രാഷ്ട്രം സ രാജകം. ധനുഷ്മത മുക്ത ഇഷു. ഒരു വില്ലാളിയിൽ നിന്ന് ഒരു ഒരു വില്ലാളി ഒരു ലക്ഷ്യത്തിനെ ഉദ്ദേശിച്ച് പ്രയോഗിച്ച ഒരു ബാണം ഒരാളെ കൊന്നേക്കാം, അല്ലെങ്കിൽ കൊല്ലാതിരിക്കാം. ബുദ്ധിമത ഉത്സൃഷ്ട ബുദ്ധി. ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരാള് ഇതേപോലെ ബാണം വിടും പോലെ വിട്ടിട്ടുള്ളതായിട്ടുള്ള ബുദ്ധി, അയാളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ബുദ്ധി, ഉത്സൃഷ്ടമായിട്ടുള്ള ബുദ്ധി സരാജകം രാഷ്ട്രം ഹന്യാ. രാജാവിനോടുകൂടിയും രാജാവിനോട് കൂടിയ രാഷ്ട്രത്തെ മുഴുവൻ നശിപ്പിച്ചേക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ ബുദ്ധിമത ഉത്സൃഷ്ട ബുദ്ധി എന്നുള്ളത് കുബുദ്ധിയായിട്ടുള്ള ദുര്യോധനന്റെ അമ്മാവൻ ശകുനിനെയാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞത്. ശകുനേഹ കഥ അത്ര സ്മർത്തും യുജ്യത. നിങ്ങൾ കള്ളച്ചൂത് കളിച്ചോളൂ, പാണ്ഡവന്മാർക്ക് കൊടുത്ത സ്വത്തൊക്കെ തിരിച്ചു വാങ്ങാം, എന്നിട്ട് നമുക്ക് അവരെ കാട്ടിലേക്ക് അയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മാവന്റെ, ദുര്യോധനന്റെ അമ്മാവന്റെ വെറും രാജ്യമോഹം കൊണ്ടാണ് ഇവരൊക്കെ അടി കിട്ടിയിട്ട് അവസാനം ഒരു വസ്തുവില്ലാണ്ട് ചാവേണ്ടി വന്നത്. അപ്പം അയാളിൽ നിന്ന് ബുദ്ധിയാണ്, അയാള് ഇങ്ങനെ ദുര്യോധനൻ ഒരു കുടില ബുദ്ധിയാണ്, ഇയാളെ തന്നെ കൂടുതൽ കുടില ബുദ്ധിയാക്കി തീർത്തു അമ്മാവൻ. ഇയാള് കള്ളച്ചൂത് കളിക്കാനുള്ള പകിട മുഴുവൻ ഇയാൾ തയ്യാറാക്കി ഇവരെ കൊണ്ട് കള്ളച്ചൂത് കളിപ്പിച്ച്, കള്ളച്ചൂതില് ധർമ്മപുത്രരെ തോൽപ്പിച്ചിട്ട് അവരെ രാജ്യം ഒക്കെ യുധിഷ്ഠിരനെ തോൽപ്പിച്ചിട്ട് രാജ്യമൊക്കെ ഇയാൾ തിരിച്ചു പിടിച്ചിട്ട് ദുര്യോധനന് കൊടുത്തു. എന്നിട്ടെന്താ ഉണ്ടായ കാര്യം? ഒരു കാര്യം ഇല്ലാണ്ട് അവസാനം ഈ എല്ലാവരും കൂടെ അവസാനം ഈ 101 മക്കളും കുടുംബവും സകല ആൾക്കാരും അനവധി സൈന്യങ്ങളും കൊല്ലപ്പെട്ടു എന്നർത്ഥം. അതാണ് പറഞ്ഞ ശകുനിന്റെ കഥ അവിടെ ഓർമ്മിക്കാൻ പറയാം. ഇനി ഏകയാ ദ്വേ വിനിശ്ചിത്യ ഏകയാദ്വേ വിനിശ്ചിത്യ ത്രീം ചതുർഭിർ വശയ ഗുരു. ത്രീൻ ചതുർഭി, ത്രീംശ്ചതുർഭി എന്നാണ്. ത്രീൻ ചതുർഭി എന്ന് പദച്ഛേദം. ത്രീംശ്ചതുർഭിർ വശയ കുരു പഞ്ചജിത്വാ വിദിത്വാ ഷട്ട് സപ്ത ഹിത്വാ സുഖീ ഭവ. ഇതൊക്കെ ഇയാൾക്കുള്ള ഉപദേശമാണ്. ധൃതരാഷ്ട്രക്കുള്ള സഞ്ജയന്റെ ഉപദേശമാണ്, അല്ല വിതുരന്റെ ഉപദേശമാണ്. ഏകയാ ദ്വേ വിനിശ്ചിത്യ എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ട് രണ്ടിനെ നിശ്ചയിച്ചിട്ട്, അതായത് ഭവാൻ അങ്ങ് അങ്ങയുടെ ഒരു ബുദ്ധിയുണ്ട്, ഏകയാ ബുദ്ധിയാ. അങ്ങയുടെ ഏകയാ ഒന്നുകൊണ്ട് രണ്ടിനെ നിശ്ചയിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നാകുന്ന ബുദ്ധി കൊണ്ട്, അങ്ങയുടെ ബുദ്ധി കൊണ്ട് ദ്വേ കർത്തവ്യ ആകർത്തവ്യേ നിശ്ചിത്യ, കർത്തവ്യമേത് കർത്തവ്യം അല്ലാത്തത് ഏത് എന്നുള്ള ആ രണ്ട് കാര്യങ്ങൾ നിർണയിച്ചതിന്റെ ശേഷം ചതുർഭി ത്രീൻ വശയ ഗുരു. ചതുർഭി ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അന്വയാർത്ഥം എന്നുള്ളതിൻ്റെ നേരെ. ചതുർഭി എന്ന് പറഞ്ഞ സാമധാന ഭേദദണ്ഡങ്ങളെ കൊണ്ട് ത്രീൻ മിത്രാണി ഉദാസീനാൻ ശത്രുംശ്ച ആത്മനോ വശമാനയ. 3 ആളുകൾ, 4 കൊണ്ട് 3 ആളുകൾ ജയിക്കൂന്നാണ്. ത്രീൻ 3 ആളുകളെ 4 കൊണ്ട് വശത്താക്കൂ. 3 ആളുകൾ എന്ന് പറഞ്ഞാൽ കൂട്ടുകാര്, ഉദാസീനന്മാര്, ശത്രുക്കള്. ഉദാസീനന്മാർ എന്ന് പറഞ്ഞാൽ ഈ മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടുകാര്. ഉദാസീനന്മാർ എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോ അങ്ങനെ മിത്രഭാവം വേണമെന്നൊന്നുമില്ല, അവർ ഉദാസീനന്മാരാണ് മിത്രകാര്യത്തിൽ. പിന്നെ ശത്രുക്കളും ഇവരൊക്കെ വശപ്പെടുത്തി കൊണ്ട് എങ്ങനെ സാമദാന ഭേദദണ്ഡൈ. സാമം എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് ഉപദേശിക്കുക, ദാനം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വിളിച്ച് എന്തെങ്കിലും കൊടുക്കുക, ഭേദം എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് പേടിപ്പിക്കുക, കളിക്കാൻ വരണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പേടിപ്പിക്കുക. ദണ്ഡം എന്ന് പറഞ്ഞാൽ നല്ല ശിക്ഷ തന്നെയാണ്. ഇങ്ങനെ അതാണ് ചതുരുപായങ്ങൾ എന്ന് പറയും. ചതുരുപായങ്ങളെ കൊണ്ട് 3 ആളുകളെ മിത്ര ഉദാസീന ശത്രുക്കളെ ഒക്കെ വശപ്പെടുത്തിയതിനു ശേഷം പഞ്ചജിത്വ എന്ന് പറഞ്ഞാൽ 5 ജ്ഞാനേന്ദ്രിയാണ്, കർമ്മേന്ദ്രിയാണ്. ഇവ ജ്ഞാനേന്ദ്രിയങ്ങൾ
ശിരസ്, മനസ്സ്, ബുദ്ധി, വാക്ക് മുതലായിട്ടുള്ള 5 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്ക്, 5 കർമ്മങ്ങൾ പ്രധാനപ്പെട്ടത് കാണുക, കേൾക്കുക മുതലായിട്ടുള്ള കാണുക, കേൾക്കുക ഇതൊക്കെയാണ്. കാണുക, കേൾക്കുക, നടക്കുക, പോവുക, വരിക, ഇരിക്കുക, ഇതിനൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ഇന്ദ്രിയങ്ങൾ കാല്, കൈ, കണ്ണ്, മൂക്ക് മുതലായിട്ടുള്ളതും. പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ്, ബുദ്ധി, വാക്ക് മുതലായിട്ടുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങളും. കാര്യങ്ങൾ അറിയാനുള്ള ആ ഇന്ദ്രിയങ്ങളെയൊക്കെ 5 ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ട് ഷഡ് വിദിത്വ, 6 കാര്യങ്ങൾ, 6 കാര്യങ്ങൾ അറിയാം. 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുദ്രാരാക്ഷ നാടകത്തിലൊക്കെ പറയുന്നത് ഷഡ് ഗുണാൻ സന്ധി വിഗ്രഹ യാന ആസന ദ്വൈത ആശ്രയാൻ ജ്ഞാത്വ. 5 കാര്യങ്ങൾ അറിഞ്ഞിട്ട്, 5 ഇവിടെ സംശ്രയ എന്നാണ് അതിൻ്റെ അവസാനം എഴുതിയുള്ളത്. സംശയ എന്ന് കാണും അതിൽ, അതിൻ്റെ വ്യാഖ്യാനത്തിൽ സംശ്രയ എന്ന് വേണം. അതായത് സന്ധി വിഗ്രഹ യാന ആസന ദ്വൈത ആശ്രയാൻ ജ്ഞാത്വ. ഈ സന്ധി വിഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ രാജാക്കന്മാർ മറ്റ് രാജാക്കന്മാരൊക്കെ ആയിട്ടുള്ള യുദ്ധവും മുതലായതൊക്കെ ഉണ്ടാവുമ്പോഴാണ് സന്ധി എന്ന് പറഞ്ഞാൽ. സന്ധി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ഉടമ്പടിയിൽ ഇപ്പോൾ തോറ്റു കഴിഞ്ഞാൽ വേറൊരാൾ ജയിച്ച രാജാവായിട്ടും ഒരു സന്ധി ഉണ്ടാവില്ല, ഒരു ഉടമ്പടി ഉണ്ടാവില്ല. രാജ്യങ്ങൾ തമ്മിൽ തോറ്റു കഴിഞ്ഞാൽ ഒരു ഉടമ്പടി. വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം, യാൻ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനുള്ള യാത്ര, ഇരിപ്പ് എന്നൊക്കെയാണ് അർത്ഥം. പിന്നെ യാൻ എന്ന് പറഞ്ഞാൽ വാഹനാദി കാര്യങ്ങൾ. ആസനം എന്ന് പറഞ്ഞാൽ തൻ്റെ ഇരിപ്പ്, രാജാവിൻ്റെ ഇരിപ്പ്, രാജാവിൻ്റെ കൊട്ടാരം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പാണ്, അതാണ് ആസനം. ദ്വൈത എന്ന് പറഞ്ഞാൽ രണ്ടും 2 രീതിയിൽ നിൽക്കാം. ദ്വൈധീഭാവം. ദ്വൈധീഭാവം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ, നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ട് രാജാവ് അതായത് മിത്രഭാവത്തിലും ശത്രുഭാവത്തിലും നിൽക്കുക, അതാണ് ദ്വൈധീഭാവം. ആശ്രയാൻ, ആശ്രയം എന്ന് പറഞ്ഞാൽ തനിക്ക് യാതൊരു രക്ഷയില്ല എന്ന് തോന്നുമ്പോൾ തന്നെക്കാൾ വലിയൊരാളടുത്ത് പോയിട്ട് ആശ്രയിക്കണം. ഇങ്ങനത്തെ രാജാവ് അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഷഡ് ഗുണാൻ സന്ധി വിഗ്രഹ യാന ആസന ദ്വൈത ആശ്രയാൻ ജ്ഞാത്വ. സപ്തഹിത്വ 7 സാധനങ്ങളെ വധിച്ചിട്ട്, ഹിത്വ എന്ന് പറഞ്ഞാൽ കൊന്നിട്ട് എന്നർത്ഥം. സ്ത്രീ സേവ പ്രഭൃതിൻ സപ്തദോഷാൻ പരിത്യജ്യ സുഖിയായിട്ട് ഇരിക്കുമെന്ന് പറയാണ്. സപ്തഹിത്വ സുഖീ ഭവ, അപ്രകാരം ആയിരിക്കും എന്ന് പറയാണ്. സപ്തദോഷങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സപ്ത വ്യസനാനി, സപ്ത ദുഃഖങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സപ്ത സ്ത്രീ സേവ, സ്ത്രീകളെ പിന്നാലെ പോവുക. ദ്യൂതക്രീഡ, ചൂത് കളിക്കുക. മൃഗയ, നായാടൻ, വേട്ടയാടാൻ പോവുക. മദ്യപാനം. വാക്യപാരുഷ്യം എന്ന് പറഞ്ഞാൽ വാക്പാരുഷ്യം, വാക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തടിച്ച പോലെ പറയുക, പരുഷമായിട്ട് സംസാരിക്കുക. ദണ്ഡപാരുഷ്യം, ശിക്ഷയാണെങ്കിൽ അതികഠിനായിട്ടുള്ള ശിക്ഷ കൊടുക്കുക. അർത്ഥദൂഷണം എന്ന് പറഞ്ഞാൽ മറ്റെന്താണ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദൂഷണമായിട്ട് കാണും. അർത്ഥദൂഷണം, അല്ലെങ്കിൽ സമ്പത്ത് നശിപ്പിക്കുക, അർത്ഥങ്ങളൊക്കെ തെറ്റായിട്ട് പറയാം, അതാണ് അർത്ഥദൂഷണം. അല്ലെങ്കിൽ അതുതന്നെ അർത്ഥദൂഷണം എന്ന് വെച്ചാൽ അർത്ഥം പണം നശിപ്പിക്കുക തന്നെയാണ് ഇവിടെ അർത്ഥം. സപ്തവ്യസനാനി, ഇതൊക്കെയാണ് 7 വ്യസനങ്ങൾ, 7 ദുഃഖങ്ങൾ. അപ്പം ഒന്നുകൊണ്ട് ഒരു ബുദ്ധി കൊണ്ട് 2 കർത്തവ്യാകർത്തവ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് 4 കൊണ്ട് സാമധാന ഭേദ ഉപായങ്ങളെ കൊണ്ട് 3 മിത്രശത്രു ഉദാസീനന്മാരെ വശത്താക്കിയിട്ട് 5 പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയോ കർമ്മേന്ദ്രിയങ്ങളൊക്കെ ജയിച്ചിട്ട് 6 അറിഞ്ഞിട്ട് സന്ധി വിഗ്രഹ യാന ആസന ദ്വൈത ആശ്രയങ്ങളെ അല്ലെങ്കിൽ സംശ്രയങ്ങളെ മനസ്സിലാക്കിയിട്ട് സപ്തഹിത്വ 7
മുമ്പ് പറഞ്ഞ 7 ദോഷങ്ങൾ: സ്ത്രീസേവ, ദ്യൂതക്രീഡ, മൃഗയ, മദ്യപാനം, വാക്പാരുഷ്യം, ദണ്ഡപാരുഷ്യം, അർത്ഥദൂഷണം ചെയ്തി, സപ്പത വ്യസനാനി ഹിത്വ, അതിനൊക്കെ നശിപ്പിച്ചിട്ട് സുഖിയായിട്ടിരിക്കൂ എന്ന് പറയാ. പിന്നെ 50-ാമത്തെ ശ്ലോകമാണ്. ഏകം വിഷരസോ ഹന്തി ശസ്ത്രേണ ഏകശ്ച ബധ്യത സരാഷ്ട്രം സപ്രജം ഹന്തി രാജാനം മന്ത്രിവിപ്ലവ. നേരത്തെ പറഞ്ഞ പോലുള്ള സരാജകം എന്ന് പറഞ്ഞത് 48-ാമത്തെ ശ്ലോകം പറഞ്ഞ പോലെ ഏകദേശം ഒരു ആശയാണ്. വിഷരസ ഏകം ഹന്തി, വിഷമയമായിട്ടുള്ള രസം ഒരാളെ കൊല്ലും. ശസ്ത്രേണച്ച ഏക ബധ്യത, ആയുധം കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റും. അത് പിന്നെ മന്ത്രവിപ്ലവ, മന്ത്ര എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ രഹസ്യവാദങ്ങൾ, രാജാവിൻ്റെ വളരെ രഹസ്യമായിട്ടുള്ള ദോഷം, അത് വിപ്ലവം ആവുക. മന്ത്രം വളരെ രഹസ്യമായിട്ട് വേണ്ടുന്നത് അത് വിപ്ലവമായിട്ട് ഒരു വിശേഷണയുള്ള പ്ലവമാണ്. ചാട്ടം. വിപ്ലവം എന്ന് പറഞ്ഞ വിശേഷണ ഉള്ള ഒരു വി പ്ലസ് വിപ്ലവം. പ്ലവം എന്ന് പറഞ്ഞാൽ ചാട്ടം. പ്ലവകം എന്ന് പറയും ഈ മറ്റേ തവളയ്ക്കും ഈ മറ്റേ കുരങ്ങനൊക്കെ ചാടി പോകുന്നതുകൊണ്ടാണ് തവളയ്ക്കും കുരങ്ങനൊക്കെ പ്ലവകം എന്ന് പറയുന്നത്. മന്ത്രവിപ്ലവ, അതായത് രഹസ്യമായിട്ട് ചെയ്യേണ്ട മന്ത്രം ആകെ വിപ്ലവം ആവുമ്പം എല്ലാവരും അറിയുമ്പോൾ സരാഷ്ട്രം സപ്രജം രാജാനം ഹന്തി, രാഷ്ട്രത്തെയും വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും അറിയുമ്പം പ്രജയോടുകൂടിയ എല്ലാ പ്രജകളെയും രാജാവിനെയും രാഷ്ട്രത്തെയും ഒക്കെ നശിപ്പിക്കും എന്നർത്ഥം. രഹസ്യവാദത്തിൽ സ്ഖാലിത്യം ഉണ്ടാകുമ്പോൾ, യതി സ്ഖാലിത്യം ആപത്, സ്ഖാലിത്യം എന്ന് പറഞ്ഞാൽ സ്ഖലിക്കുക, ഇടറി വീഴുക എന്നർത്ഥം. ഇല്ലേ, 51-ാം ശ്ലോകമാണ്. ഏക സ്വാദു ന ഭുഞ്ചീത ഏകശ്ചാർത്ഥ ന ചിന്തയേത് ഏകോന്ന ഗച്ഛേദധ്വാനം നൈക സുപ്തേഷു ജാഗ്രിയാത്. എല്ലാവരും കൂടി ഒരു ഉപദേശമാണ്. ഏകസ്വാദു ന ഭുഞ്ചീത, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വളരെ സ്വാദായിട്ട് സ്വാദിഷ്ടമായിട്ടുള്ള വസ്തു, സ്വാദിഷ്ടമായി കൊണ്ടുള്ള വസ്തു ഭക്ഷിക്കാൻ പാടില്ല. ഒരാൾ മാത്രം നന്നായിട്ട് കഴിക്കാൻ പാടില്ല. ഏക ചാർത്ഥാൻ എന്ന ചിന്തയത്, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ പാടില്ല. ചില ദുർഗ്രഹ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വിഷമമുള്ളത് അറിവുള്ള ആൾക്കാരോടും കൂടെ ചോദിച്ചിട്ട് ഏക ചാർത്ഥാൻ എന്ന ചിന്തയെ, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കിരുന്നിട്ട് ദുർഗ്രഹ വിഷയങ്ങളൊക്കെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കരുത് എന്നർത്ഥം. ഏക അധ്വാനം എന്ന ഗച്ഛേത്, വലിയൊരു വഴി. അധ്വാനം എന്ന് പറഞ്ഞാൽ മാർഗം എന്നുള്ള അർത്ഥമാണ് ഇവിടെ, സാധാരണ അധ്വാനമല്ല. വഴി. ഏക അധ്വാനം ഗച്ഛേത്, വലിയ വഴിയാണ്. ഏകാഗീസൻ ദീർഘയാത്ര എന്ന കുര്യാത്, ഒറ്റയ്ക്ക് അങ്ങനെ വളരെ വല്ലാണ്ട് ദൂരേക്കൊന്നും പോകാൻ പാടില്ല. ഏക സ്വപ്തയേഷു ന ജാഗ്രിയാത്, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരാൾ മാത്രം അങ്ങനെ ഉറങ്ങാണ്ട് ഇരിക്കുന്നത് ശരിയല്ല. എല്ലാവരും ഒരുമിച്ച് ഉറങ്ങാന്നർത്ഥം. അത് എല്ലാവരും എന്താ ചെയ്യുന്ന വെച്ചാൽ ആ രീതിയിൽ ചെയ്യും. എല്ലാവരും അങ്ങ് ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ചെയ്യും. അല്ലാണ്ട് താൻ വേറെയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉറക്കമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കാനൊന്നും പാടില്ല. എല്ലാവരും ചെയ്യുമ്പോൾ ചെയ്യാം. മനസ്സിലായില്ല? അടുത്ത ശ്ലോകം 52-ാമത്തെ. ഏകമേവ അദ്വിതീയം തദ് രാജാ ഏകമേവ അദ്വിതീയം തദ് ഏകമേവ അദ്വിതീയം തദ് യദ് രാജന്നാവബുദ്ധ്യതേ, യത് രാജൻ
ന അവബുദ്ധ്യതയെ സത്യം സ്വർഗസ്യ സോപാനം പാരാവാരസ്യ നൗരിവ. രാജൻ എന്ന് വിളിച്ചിട്ട് അതവിടെ തദ്യ തദ്യത് രാജൻ അവബുദ്ധ്യസയ, തത് യത് രാജൻ അവബുദ്ധ്യസയെന്ന് പദച്ഛേദം. അവബുദ്ധ്യസ എന്ന് പറഞ്ഞാൽ അറിയാം, മനസ്സിലാക്കുക എന്നൊക്കെ അർത്ഥം, ബുദ്ധിയിലേക്ക് വെക്കാം. ഈ രാജൻ അല്ലയോ രാജാവേ, പാരാവാരസ്യ നൗരിവ, സമുദ്രത്തിന് തോണി എന്നതുപോലെ സ്വർഗസ്യ ഏകം അദ്വിതീയം സോപാനം, സ്വർഗത്തിലേക്ക് കയറാനുള്ള അദ്വിതീയമായിട്ടുള്ള ആ ഒരേ ഒന്ന് മാത്രമായിട്ടുള്ള ഒരു സോപാനം, ചവിട്ടുപടി സത്യമാണ്. ഇത് യത് തത് ത്വം ന അവബുദ്ധ്യസേ എന്ന് ഉള്ള ആ കാര്യം അങ്ങ് അറിയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് രാജൻ. അല്ലയോ രാജാവേ, സമുദ്രം കടക്കാൻ തോണി വേണം, അതേപോലെ സ്വർഗത്തിൽ കയറാനുള്ള ഒരേ ഒരു തോണി, ഒരേ ഒരു സോപാനം, ഒരേ ഒരു ചവിട്ടുപിടി സത്യം മാത്രമാണെന്നുള്ള കാര്യം അങ്ങക്ക് അറിയില്ലേ? ഇതി യത് തത്, ഇതാണ് എന്നുള്ള ആ ഒരു കാര്യം അങ്ങക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്.